ഇന്ന് മോള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ നല്ല വയലറ്റ് കളറിലെ ഇടിയപ്പം ഉണ്ടാക്കിയേ. അതിനായിട്ട് ഒരു കുഞ്ഞ് ചൈനീസ് ക്യാബേജിൻ്റെ പകുതി ഭാഗം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. ഇനി നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ വറുത്ത അരിപ്പൊടിയിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെക്കാം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ഇടിയപ്പം പിഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് തേങ്ങ ഇടണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ ഇടിയപ്പത്തിനും പുട്ടിനൊന്നും അങ്ങനെ തേങ്ങ ഉപയോഗിക്കാറില്ലേ. ഇത് നമ്മൾ ക്യാബേജ് അരച്ചുണ്ടാക്കുന്നതുകൊണ്ട് അതിനകത്ത് ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആവി കയറി വരുന്ന സമയത്ത് മാത്രം ആ ക്യാബേജിൻ്റെ ചെറിയൊരു മണം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ തേങ്ങയോ തേങ്ങാപ്പാലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി കാടമുട്ട സ്റ്റൂ ആണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ ഇടാവേ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണേ. ഈ കളറ് കാണുമ്പോഴേ കുഞ്ഞുങ്ങളുടെ മുഖത്തൊരു അത്ഭുതവും ഒരു ചിരിയൊക്കെ വരും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.